ഹളറത്തുൽ ബദരിയ നല്ല കൃത്യമായിട്ട് നടത്തണം. ആഫത്തുകൾ തടുക്കാൻ, മുസീബത്ത് ഒഴിവാകാൻ, കണ്ണേറിൽ നിന്ന് കാക്കാൻ ഒരു നാട്ടിന്റെ കാവലാണ് ഹളറത്തുൽ ബദരിയ. ബഹുമാനപ്പെട്ട AP ഉസ്താദ് 20ാമത്തെ വയസ്സിൽ പതിവാക്കാൻ തുടങ്ങിയതാണ് ബദരിയത്ത്. 20ാമത്തെ വയസ്സിൽ പതിവാക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ എത്ര വയസ്സായി എന്നറിയോ? 89ആയി. കേരള യാത്ര 2 നടന്നപ്പോഴും ഞാൻ ഉസ്താദിന്റെ കൂടെ ഉണ്ട്. ഒന്നിരിക്കലും മുന്നിലെ വണ്ടിയിൽ, അല്ലെങ്കിൽ ബാക്കിലെ വണ്ടിയിൽ, ചിലപ്പോൾ മൂപ്പര വണ്ടിയിൽ തന്നെ. ഉസ്താദിന്റെ ഹദ്ദാദ്, ഉസ്താദിന്റെ ഓത്ത്, ദിക്ർ ഒന്നും കേരള യാത്രയിൽ പോലും ഉസ്താദിൻ്റെത് മുടങ്ങാറില്ല. അതൊക്കെ കൃത്യത്തിന് അങ്ങനെ ചെല്ലും. ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് സമ്മാനം തന്നതാണ്. ഓരോ നാട്ടിലും ഓരോ കുടുംബത്തിനും ഒരു കാവലായിട്ട് തന്നതാ. സ്വലാത്തുൻ അലാ നൂരിൽ റാഹത്തായി നിങ്ങളോട്. ഇന്നാള് ഞാൻ ചെല്ലിങ്ങാട് നിർത്തിയിട്ടേ ഞാൻ തന്നെ പൂർത്തിയാക്കേണ്ടി വന്നു. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. ഉമ്മമാരൊക്കെ എല്ലാവരും കൃത്യമായിട്ട് മഹദറത്തുൽ ബദരിയ ഒരു കൃത്യ ദിവസം, അതൊരു കൃത്യ ടൈമിന് തുടങ്ങാം, കൃത്യ ടൈമിന് അവസാനിക്കാം. അങ്ങനെ ഒരു കൃത്യമായിട്ട് പോകണം. അപ്പോ ഈ റജബ് മാസത്തിൽ തന്നെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പ എല്ലാ റമളാനിക്കും 15 ഖത്തം തീർക്കും. 2 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം. അതാണ് ഉപ്പാപ്പാന്റെ പതിവ്. അത് ഉപ്പാപ്പ 20ാമത്തെ വയസ്സ് തുടങ്ങിയത് ആ പതിവ്. ഉപ്പാപ്പ മരിക്കുമ്പോൾ വയസ്സ് 95. 20 - 95 എത്ര കൊല്ലണ്ട്? 80 വർഷം അല്ലേ? 80 വർഷത്തിൽ ഓരോ റമളാനിക്കും 15 ഖത്തം തീർത്താൽ ഉപ്പാപ്പ എത്ര ഖത്തം തീർത്തു? ഒരു റമളാനിക്ക് ഉപ്പാപ്പ ഖത്തം തീർത്തപ്പോ 2 കുറഞ്ഞുപോയി. ആ കൊല്ലത്തെ റമളാനിൽ 13 ഖത്തമേ ആയുള്ളൂ. ചില ക്ഷീണവും കാര്യമൊക്കെ ഉണ്ടായിട്ട് ഓതാൻ പറ്റിയില്ല. അങ്ങനെയാണ് 13 ഖത്തമായത്. ആ കൊല്ലം 29ാം രാവിന് പെരുന്നാൾ മാസപ്പിറവി കണ്ടു. ഉപ്പാപ്പ അന്നത്തെ രാത്രി മുഴുവനും കരഞ്ഞു. പടച്ചോനെ, എനിക്ക് മുഴുവൻ ഓതാൻ പറ്റിയില്ലല്ലോ, ഞാൻ 15 ഖത്തം തീർക്കണതല്ലേ, 13 ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് താജുൽ ഉലമ കരയുകയാണ്. അവരൊക്കെ കുപ്പായത്തുമ്മ പിടിച്ചുങ്ങാണ്ടാ ഞമ്മക്ക് പോണ്ടത്. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ എല്ലാ വെള്ളിയാഴ്ചയും അസറാണ് നിസ്കരിച്ചാൽ പിന്നെ ഒരു വർത്താനം പറയില്ല. അസർ മുതൽക്കുള്ള സമയം എല്ലാ വെള്ളിയാഴ്ചയും അസർ മുതൽക്ക് ഫാത്തിമ ബീവി ഖുർആൻ ഓതാ, ദിക്ർ ചൊല്ലുക, ദുആർക്ക, കരയാ, തൗബ ചെയ്യാ. ഫാത്തിമോനോട് ചോദിച്ചു, ഫാത്തിമോ എന്തേ നിങ്ങൾ ആ സമയം തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉപ്പാനോട് ഞാൻ ചോദിച്ചു, ഉപ്പ ആദം നബിനെ പഠിച്ചത് വെള്ളിയാഴ്ചയാണല്ലോ, അത് എപ്പോഴാണ്? അപ്പൊ ഉപ്പ പറഞ്ഞു, ആദം നബിനെ പഠിച്ചത് വെള്ളിയാഴ്ച അസറിന്റെ ശേഷമാണ്. അപ്പൊ ആദം നബി നമ്മൾ ഉപ്പാപ്പയല്ലേ, വല്ലിപ്പാനെ പടക്കാൻ അള്ളാഹ് തെരഞ്ഞെടുത്ത സമയം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ അള്ളാഹിനോട് കരഞ്ഞു ദ്വാരക്കണത് എന്ന് ബീവി ഫാത്തിമത്തു സഹ്റാ. നമ്മളെ സഹോദരിമാർക്കൊക്കെ ഫാത്തിമൂനെ ആഖിറത്തിൽ കണ്ട് കൈ പിടിച്ചൊന്ന് മുത്തം വെക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ആയിഷ ബീവിനെ കണ്ടിട്ട് നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ വെക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ സഹോദരങ്ങളായ ഞങ്ങൾക്കൊക്കെ സിദ്ദീഖ് തങ്ങളെയും ഉമർ ഖത്താബ് തങ്ങളെയും ഒക്കെ കണ്ടിട്ട് ഒന്ന് കൈ പിടിച്ച് ഉമ്മ വെച്ച് കൂടെ നിൽക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരാളെ കണ്ടാൽ എപ്പം എന്തുവാണ്, ഒന്ന് സെൽഫി എടുക്കാം. ഞാനൊക്കെ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ആൾക്കാർ ഇങ്ങനെ ഒന്ന് വർത്താനം, ഒരു ഫോട്ടോ എടുത്തോട്ടെയാണ്. ഇപ്പൊ നമുക്കൊക്കെ എന്താണ് ഒരു ഒപ്പം നിൽക്കാം, ഒരു ഫോട്ടോ എടുക്കാല്ലേ. നാളെ ആഖിറത്തിൽ ഇങ്ങനെ നിൽക്കണ സമയത്ത് സിദ്ദീഖ് തങ്ങളൊപ്പം നിന്നുങ്ങാണ്ട്, അല്ലേ, മുഹീദ്ദീൻ ശൈഖ് തങ്ങളൊപ്പം നിന്നുങ്ങാണ്ട്, അജ്മീർ ഖാജ തങ്ങൾ ആണ്ടിന്റെ മാസമാണ്. അല്ലാഹു റബ്ബി അവരൊക്കെ ഒന്ന് കണ്ടുങ്ങാണ്ട് ഒന്ന് ഒപ്പം നിൽക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് മനസ്സ് പൊരുത്തപ്പെടുക എല്ലാവരും, എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്ക. റജബ് എല്ലാവരും കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, കൃഷിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഭാര്യമാരിലും മക്കളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹു തആല നമുക്ക് ഖൈറും ബർക്കത്തും തരട്ടെ. എല്ലാ കാര്യത്തിലും എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്ക് വലിയ ഭാഗ്യം കിട്ടും ഇൻഷാ അല്ലാഹ്. നല്ല കാര്യത്തിന് നമ്മളൊക്കെ യോജിച്ച് നിൽക്കണം. ഇവിടെ ഒരു പള്ളി, ഞാൻ കുറച്ചു മുമ്പ് ആ പള്ളിക്ക് വന്ന്, പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ പള്ളി ഇങ്ങോട്ട് ചോർക്ക് കൂടി. എന്താ പള്ളിന്റെ ഉഷാറില് 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ നന്നാക്കി അല്ലേ? നമ്മള് പള്ളി ഒന്ന് രണ്ടാമതൊന്ന് മോടി പിടിപ്പിച്ചില്ലേ?
അല്ലേ? 10 കൊല്ലം കഴിഞ്ഞു. 9. അൽഹംദുലില്ലാ. പള്ളി മദ്രസയൊക്കെ പരിപാലിക്കണ നാട്ടുകാരാണ് നിങ്ങൾ. അള്ളാഹു നല്ല റഹ്മത്ത് തരട്ടെ. പള്ളി പരിസരം അതൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ നിൽക്കണം. അൽഹംദുലില്ലാ. ഇപ്പൊ നമുക്ക് പള്ളിക്കൽ നമുക്ക് നല്ല ഉസ്താദുമാരും ഉണ്ട്, മദ്രസിലും പള്ളിക്കലും ഒക്കെ. അൽഹംദുലില്ലാ. നിങ്ങൾ ഉസ്താദിന്റെയും കൂടി ഒരു പങ്കാളിത്തത്തിലാണല്ലോ ഇതൊക്കെ. നല്ല റാഹത്തിൽ കമ്മിറ്റിക്കാരൊക്കെ വന്നിങ്ങാട് എന്നോട് പറഞ്ഞു ഉസ്താദിനെ തന്നെ ഇവിടെ നിർത്തണം. അപ്പൊ അൽഹംദുലില്ലാ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോ നമുക്ക് പറ്റിയ ഒരു ഉസ്താദിനെ കിട്ടിയാൽ ഉസ്താദിനെ തന്നെ ഇവിടെ നിർത്താനൊക്കെ നോക്കാം. അപ്പൊ അൽഹംദുലില്ലാ, നമുക്ക് നമ്മളെ പള്ളിയും മദ്രസയും നമ്മളെ വീടും കുടുംബം റമളാനിലൊക്കെ നല്ല നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം പറയണത്, നമ്മളെ സ്ഥാപനങ്ങൾ ഇവിടെ ഇങ്ങോട്ടാണ് നീങ്ങിയാലപ്പ അരീക്കോട് മജ്മഅ ഇല്ലേ, അപ്പുറത്തേക്ക് നീങ്ങാ ഹിക്കമിയ, എപ്പുറത്തേക്കാണ് പോയ നിലമ്പൂര് മജ്മഅ, ഒക്കെ നമ്മളെ സ്ഥാപനം. കുറച്ച് അങ്ങോട്ട് പോയ മർക്കസ്, എല്ലാം നമ്മളെ സ്ഥാപനം. അങ്ങോട്ട് നീങ്ങിയാല് നമ്മളെ പിന്നെ സലാത്ത് നഗർ ഒക്കെ നമ്മളെ സ്ഥാപനം. എല്ലാറ്റിനും അള്ളാഹു ഉയർച്ച തരട്ടെ, അല്ലാഹു അഭിവൃദ്ധി തരട്ടെ. നമ്മളെ ഇവിടുന്നൊക്കെ മജ്മഅ പഠിച്ച കുട്ടികൾ ഇവിടെയൊക്കെ ഉണ്ട്. നമ്മളെ സ്ഥാപനം തുടങ്ങിയിട്ട് 36ാമത്തെ വർഷം പൂർത്തിയായി. 2000-ത്തിലധികം കുട്ടികൾ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു. ഇപ്പൊ 2000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഖുർആൻ ഹൈഫളാക്കാൻ പഠിക്കുന്നവരുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പഠിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ദ്വാർക്കണം. അള്ളാഹു നമ്മളെ സ്ഥാപനത്തിലോ നമ്മളെ വീട്ടിലോ മക്കളെ ഇന്ന് ഭക്ഷണത്തിന് ഗതിയില്ല, ഇന്ന് ചോറില്ലട്ടോ എന്ന് പറയേണ്ട ഗതികേട് അള്ളാഹു തരാതിരിക്കട്ടെ. പടച്ചോനെ, ഞങ്ങളെ വീട്ടിലായാലും ഞങ്ങളെ സ്ഥാപനത്തിലായാലും ഭക്ഷണത്തിനൊരു കുടുക്ക് നീ തരരുതേ അല്ലാ. നല്ല ദുആ എപ്പോഴും നടത്തണം. ആ കൂട്ടത്തിൽ ഞാൻ ഈ തിരക്കിനടക്ക് ഇങ്ങനെ നോക്കുമ്പോ പല ദിക്റുകളും ആളുകൾ ചെല്ലുന്നുണ്ട്, അതിനെപ്പറ്റി അറിയില്ല. അപ്പൊ നമ്മൾ അസ്മാഉൽ ഹുസ്ന, അള്ളാന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അസ്മാഉൽ ഹുസ്ന ചെല്ലിങ്ങോണ്ട് നിങ്ങൾ ദുആ ചെയ്തോളി. പലരും അസ്മാഉൽ ഹുസ്ന ചെല്ലുന്നവരുണ്ട്, അതിനെപ്പറ്റിയുള്ള വിവരമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പല കിതാബുകളൊക്കെ നോക്കിയിട്ട് അസ്മാഉൽ ഹുസ്നയെ പറ്റി ഒരു പഠനം നടത്തി. അതിനെ പറ്റിയിട്ട് ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. അല്ലാഹ് എന്നത് ഖുർആനിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അർ-റഹ്മാൻ ഖുർആനിൽ എത്ര പ്രാവശ്യമുണ്ട്, അങ്ങനെ ഓരോന്നിന്റെയും അതതും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ബുക്ക് എഴുതാൻ തീരുമാനിച്ചു. അത് എഴുതി ഇങ്ങനെ വന്നപ്പോ 200-ലധികം പേജുകളായി. അതെ, അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോപ്പി വേണമെങ്കിൽ തരാം. എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ തന്നെ വാങ്ങിക്കോളാം, നിങ്ങൾ അല്ലെങ്കിൽ വേറൊരു കൂട്ടർ വാങ്ങും. അപ്പോ അത് ആവശ്യമുള്ളവരൊക്കെ ഒരു കോപ്പി വാങ്ങാം. അസ്മാഉൽ ഹുസ്ന മലയാളത്തിൽ നല്ല മട്ടത്തിൽ അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ എഴുതിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. 200 റുപ്യ ഇങ്ങോട്ടും ഫ്രീ തന്നാൽ മതി. അങ്ങനെയാണ് സംഗതി ഉള്ളത്. അപ്പോൾ ഒരു പുസ്തകം നമ്മൾ ആ സഹോദരിമാർക്കൊക്കെ ഒന്ന് വാങ്ങി വെച്ചോളി മക്കളെ, അത് വായിക്കാനും പഠിക്കാനും ഒക്കെ പറ്റിയതാണ്. അപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ ആ പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോപ്പി തരികയാണ്. ആവശ്യമുള്ളവരൊക്കെ എല്ലാവരും വാങ്ങുക. അള്ളാഹു തആല ഖൈറ് തരട്ടെ, അള്ളാഹു റാഹത്ത് തരട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് എല്ലാവരും ഒരു ഫാത്തിഹ ഓതിക്കൊണ്ട് ദ്വാരക്കല്ലേ. നമ്മൾ രണ്ടാളും ഒരു തുണി തന്നെ നിൽക്കേണ്ട മക്കളെ, ഒരാൾ കുറച്ച് അപ്പുറത്ത് പോയിക്കോളും. അപ്പൊ അള്ളാഹു തആല ഖൈറ് തരട്ടെ. ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് ദുആ കൊണ്ട് രക്ഷപ്പെട്ടത്. ഈ 89ാമത്തെ വയസ്സിൽ ഉസ്താദിന് വന്നതുപോലുള്ള രോഗം വന്നാൽ ആ ആള് ഒരു പക്ഷേ കണ്ണിന്റെ കാഴ്ച പോകും, അല്ലെങ്കിൽ സംസാരശേഷി പോകും, അല്ലെങ്കിൽ കേൾവിശേഷി പോകും, അല്ലെങ്കിൽ ഒരു ഭാഗം തളരും. ഇങ്ങനെ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ കിട്ടൂല, അല്ലെങ്കിൽ ആള് കാര്യവും. അങ്ങനെ ഉണ്ടായി. കുട്ടികളും വലിയവരും ഒക്കെ അടക്കമുള്ളവർ കരഞ്ഞു ദ്വാർന്നു. ഉസ്താദ് ഇപ്പൊ പണ്ടത്തിലാറ് ഉഷാറാന്ന് കണ്ടാല്. ഉസ്താദ് നാട്ടിൽ കൂടെ അല്ല, അധികം പുറം രാജ്യത്ത് കൂടെ. ഇന്നാള് തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിന് വന്ന് അത് കഴിഞ്ഞാണ്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞ് മർക്കസിൽ പോയപ്പോ മെല്ലെ ഇങ്ങനെ നടക്കണുണ്ടപ്പോ ഞാൻ പറഞ്ഞു, സമ്മേളനത്തിന് ഇങ്ങനെ നടക്കണുണ്ടപ്പം ആരും പുരുഷന്റെ ആവശ്യമൊന്നും ഇല്ലാതെ ആളെ പോണുണ്ടത്, കുറച്ചിങ്ങനെ കാട്ടിക്കൂട്ടണുണ്ടോ വെച്ച് 5 തമാശയില് ഇന്ത്യ തമാശയില്. ഇങ്ങനെ ആളെ കാണുമ്പോ നിങ്ങൾക്കിപ്പോ ഇപ്പോഴും ആ ചെറുപ്പക്കാരന്റെ മട്ടാരെ തമാശയാക്കി പോന്നിയ. അപ്പൊ അള്ളാഹു ഇനി ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഉസ്താദിന് ഇപ്പോഴും നമ്മളെ നാട്ടിൽ കൂടെ ഒക്കെ വരാനും കാണാനും. ഇപ്പൊ മജ്മഅയിൽ ഞാൻ ഒരു പരിപാടിക്ക് വേണ്ടി ഉസ്താദിനെ വിളിച്ചു. അപ്പൊ ഞാൻ എന്ത് കരുതി അറിയങ്ങള്, ഉസ്താദിന് സുഖമില്ലാതെ ആയെങ്കിലോ ക്ഷീണം വന്നെങ്കിലോ എഴുതിങ്ങാണ്ട് എന്ത് ചെയ്തു, ഖലീൽ തങ്ങളെയും കൂടി വിളിച്ചു. പണ്ട് കാരണന്മാർക്കൊരു പറച്ചിലുണ്ട്, തോക്കുണ്ടെങ്കിലും 2 കല്ല് കരുതിക്കൊള്ളേണ്ടി.
കാരണം പൂവൊക്കെ ചിലപ്പോൾ പൊട്ടിയിട്ടില്ലെങ്കിലും പോയ സംഗതി നടക്കണം. അപ്പൊ എന്ന മാതിരി തങ്ങളെയും കൂടി വിളിച്ച് രണ്ടാളും കൂടി വന്നപ്പോ ഞമ്മക്ക് ഇങ്ങനത്തെ ഒരു സന്തോഷം വരാനില്ല. അവർക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ. മഹാന്മാരെ തണലിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഈ മാസം സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി തങ്ങളെ ഖാജ തങ്ങളെ ആണ്ടാണ്. ഖാജ തങ്ങളെ അള്ളാഹുവിന്റെ റസൂല് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം. ഇന്ത്യയുടെ രക്ഷാധികാരിയും ഇന്ത്യയുടെ ഭരണാധികാരിയും നിങ്ങളാണ്. ഭൂമിയുടെ മുകൾ ഭാഗത്തും ഭൂമിയുടെ അടിഭാഗത്തും ഇനി നിങ്ങൾക്കുള്ള അധികാരം ഇന്ത്യയിലാണ്. അങ്ങനെ വന്നതാണ് ഖാജാ തങ്ങൾ. ആ ഖാജാ തങ്ങളുടെ ഇസ്ലാമിക പ്രചരണമാണ് ഇന്ത്യ മുഴുവനും അത് വ്യാപിച്ച് വളർന്നു വലുതായത്. അതുകൊണ്ട് നമുക്ക് ആദ്യം നമ്മളെ എല്ലാ സിഹറും കണ്ണൂർ, എല്ലാ ആഫത്തും മുസീബത്തും, നമ്മളെ എല്ലാ രോഗം ഇതൊക്കെയാണ് ദൂരീകരിച്ച് കിട്ടാൻ വേണ്ടി ഖാജാ തങ്ങളുടെ പേരിൽ നല്ല ഒരു ഫാത്തിഹ ഓതുക. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. നമ്മുടെ കേരളത്തിൽ നമുക്ക് ദീനീ രംഗത്തെ ഏറ്റവും വലിയ നേതൃത്വം ഖുതുബുസ്സമാൻ മമ്പറം തങ്ങളുപ്പാപ്പയാണ്. മമ്പറത്തെ തങ്ങളുപ്പാപ്പ തെരീമിൽ നിന്ന് വന്നത്. ഹളറമൗത്തിലാണ് തെരീമെന്ന്, അത് യമനിലാണ്. തെരീമിലെ വീട് എന്ന അർത്ഥത്തിലാണ് മമ്പറത്തെ തറമ്മൽ വീട്. അവിടെ മമ്പറത്തെ പാപ്പ വന്ന് താമസിച്ചു. ഉപ്പാപ്പ നടത്തത്തിലും സലാത്ത് ചൊല്ലും, ഇരുത്തത്തിലും സലാത്ത് ചൊല്ലും, കടത്തത്തിലും സലാത്ത് ചൊല്ലും. അങ്ങനെ സ്വലാത്താണ് ഉപ്പാപ്പ. അപ്പൊ ആ പാപ്പാന്റെ ഖിദ്മത്തിന് കൂടി ആൾക്കാർ ഓലും സലാത്തായി. അങ്ങനെ പിന്നെ ഉപ്പാപ്പ എവിടേക്കെങ്കിലും ഇങ്ങനെ പുറത്തിറങ്ങി പോകുമ്പോ ഒരു 400 ആൾക്കാർ ഒപ്പുണ്ടാവും. ഓലൊക്കെ സലാത്തും ചൊല്ലി ഇങ്ങനെ നടക്കല. ആ സ്വലാത്ത് മമ്പറത്ത് അന്ന് തുടങ്ങിയതാ. 800 ചില്ലാനും കൊല്ലായി. മമ്പറത്തെ സ്വലാത്ത് ഒരു ദിവസം മടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ച രാവും സ്വലാത്ത്. അപ്പൊ ഉപ്പാപ്പയാണ്, മമ്പറത്തെ പാപ്പയാണ് ഞമ്മക്ക് ഇവിടെ സ്വലാത്ത് പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ മമ്പറത്തെ പാപ്പാന്റെ പേരിൽ നമ്മളൊരു ഫാത്തിഹ ഓതുക. ഉപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ ഈമാനിന് റാഹത്ത് തരണേ അല്ലാഹ്. ഉപ്പാപ്പയുടെ പേരിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. يهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. വിദേശ രാജ്യങ്ങളിലൊക്കെ നേരത്തുള്ള മാതിരിയല്ല. പ്രവാസികളൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടും വിഷമമൊക്കെ അനുഭവിക്കുന്നുണ്ട്. അവിടെ ഫാമിലി ആയി താമസിക്കുന്നവരും ഒറ്റക്ക് താമസിക്കുന്നവരും ഒക്കെ പണ്ടത്തെ അത്ര സുഖകരമല്ല ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് പലരും ബേജാറിലാണ്, നമ്മളെ കുട്ടികളും മക്കളും ഒക്കെ. അവരൊക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ടും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ആളുകളൊക്കെ എല്ലാവർക്കും, പ്രവാസികളൊക്കെ ഉസ്താദിന്റെ അടുത്ത് കുറെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ് അറിയിച്ചതുണ്ട്. ഓരൊക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മളെ മാതാപിതാക്കൾ, മരണപ്പെട്ട ഭാര്യ, ഭർത്താവ്, അതേപോലെ തന്നെ കുടുംബത്തിലെ അംഗങ്ങൾ, നമ്മളെ നാട്ടിലും മറ്റു സ്ഥലത്തും അവരൊക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ട് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ممكن كانسر അങ്ങനെയാണ് തുടങ്ങിയിട്ട് ക്യാൻസർ, അറ്റാക്ക്, കിഡ്നി രോഗം, ഇതൊക്കെ കേട്ട് സഹിക്കാൻ പറ്റാത്ത അത്രയൊക്കെ നമ്മുടെ നാട്ടിലെ രോഗം. മഞ്ചേരി ഭാഗത്ത്, മലപ്പുറം ജില്ലയിൽ
നമ്മളെ ഒരു മുസ്ലിം കുടുംബത്തിൽ ഒറ്റ വീട്ടിൽ 7 ആൾക്ക് ക്യാൻസർ. 7 ആൾക്ക് ക്യാൻസർ. അപ്പോഴാണ് നമ്മളെ കലക്ടർ ഈ വിഷയത്തിൽ വലിയ ഗൗരവത്തിൽ മുന്നോട്ട് വന്നത്. ഇപ്പൊ കലക്ടർ എല്ലാ കച്ചവടക്കാരെയും ബാക്കിയുള്ളവരൊക്കെ വിളിച്ചിട്ട് ഭക്ഷണത്തിൽ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ തുടങ്ങിയിട്ട് ചായന്റെ പഞ്ചസാര അടക്കം അയാൾ ഉണർത്തി തരുന്നുണ്ടല്ലോ. ഇപ്പൊ അത് ഒരു വീട്ടിൽ 7 ആൾക്ക് ക്യാൻസറാണ്. അങ്ങനത്തെ ഒരു കാലാണ് ഇപ്പൊ. അതുകൊണ്ട് പടച്ചോൻ നമുക്ക് കാവല് തരട്ടെ. എല്ലാവരും ഏതുവിധ രോഗാണുക്കൾ ഉണ്ടെങ്കിലും നീ കരിച്ചു കളയണേ അല്ലാഹ്. ബദരീങ്ങളെ പേരിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് അൽ-ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله. صلاة الله سلام الله صلاة الله سلام الله على ياسين حبيب الله. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الله. مالك الملوك يا الله. ഖാലിഖും റാസിഖുമായ അല്ലാഹ്. നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാർ, ഖാജാതങ്ങൾ, മമ്പറം തങ്ങളുപ്പാപ്പ അടക്കം മഹാന്മാരെ ഒക്കെ മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഓതിയ സൂറത്തുൽ അഅ്ളമാകുന്ന ഫാത്തിഹ അവർക്കൊക്കെ ഒരു ഹദിയയായി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ ഹദിയ സ്വീകരിച്ചുകൊണ്ട് അവരുടെ മദദ് ഞങ്ങൾക്ക് കുടുംബസമേതം നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമേ, സാധുക്കളും പാപികളും ദോഷികളുമായ ഞങ്ങൾക്ക് നിന്റെ മുമ്പിൽ വെക്കാൻ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല. അർഹമുർ റഹീമേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, രക്തബന്ധ, വിവാഹബന്ധ, അയൽവക്ക ബന്ധം, സംഘടനാ സ്ഥാപന ബന്ധത്തിലുള്ളവർ എല്ലാവർക്കും ഈമാന് സലാമത്ത് നൽകണേ അല്ലാഹ്. തഖ്വ നൽകണേ അല്ലാഹ്. ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. നിഅമത്ത് നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. അപകടങ്ങളെ കാക്കണേ അല്ലാഹ്. ആഫത്തുകളെ തടുക്കണേ അല്ലാഹ്. മുസീബത്തുകളെ ഒഴിവാക്കണേ അല്ലാഹ്. ഫിത്നകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. സാഹിര്യങ്ങളെ സിഹർ കാക്കണേ അല്ലാഹ്. വാലിമീങ്ങളെ ദുൽമ കാക്കണേ അല്ലാഹ്. കണ്ണേറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. മാതാപിതാക്കളെ പൊരുത്തം ഞങ്ങൾക്ക് നൽകി സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ പൊരുത്തം വാങ്ങാൻ ഞങ്ങളെ മക്കൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. മക്കളെ കൊണ്ട് ഞങ്ങൾക്കോ ഞങ്ങളെ കൊണ്ട് മക്കൾക്കോ ഒരു ഐബത്തരം നൽകരുതേ അല്ലാഹ്. മക്കളെ കുടുംബത്തെ കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങൾക്കും കൊണ്ട് കുടുംബത്തിനും നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഖബറാകുന്ന വീട്ടിൽ വിശ്രമിക്കുന്ന കൂട്ടത്തിൽ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, എളാപ്പമാരുണ്ട്, മൂത്താപ്പമാരുണ്ട്, ഇളയമ്മമാരുണ്ട്, മൂത്തമ്മമാരുണ്ട്, ഉമ്മയുടെ കുടുംബത്തിലുണ്ട്, വാപ്പയുടെ കുടുംബത്തിലുണ്ട്, അല്ലാഹ് ഞങ്ങളെ ഭാര്യ കുടുംബത്തിലുണ്ട്. ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പലരും മരിച്ചുപോയവരെ പറയുമ്പോൾ അവരെ മുഖം ഞങ്ങളെ കണ്ണിൽ ഇങ്ങനെ കാണുകയാണ്. ഇവിടെ ഉസ്താദ് മരിച്ച ആളുകളെ പേരിങ്ങനെ വായിക്കുമ്പോൾ മക്കളും പേരമക്കളുമായ ആളുകൾ അവരെ മുഖം ഇങ്ങനെ കണ്ണിൽ കാണുകയാണ്. അല്ലാഹുവേ, അവരെ ഖബർ ഞങ്ങൾ കാണുന്നില്ല, നീ അവർക്ക് റഹ്മത്തിന്റെ നോട്ടം നൽകണേ അല്ലാഹ്.
നീ അവർക്ക് ഹിഫ്ളിന്റെ നോട്ടം നൽകണേ അല്ലാ. നീ അവർക്ക് ലുത്ഫിന്റെ നോട്ടം നൽകണേ അല്ലാ. പടച്ചവനെ, എൻ്റെ മക്കളും കുടുംബങ്ങളും എൻ്റെ നാട്ടുകാരും എന്നെ മറന്നിട്ടില്ലല്ലോ എന്ന ആശ്വാസവും സന്തോഷവും അവരെ ആത്മാവിന് നീ നൽകണേ അല്ലാ. അർഹമുർറാഹിമേ, നാളെ ആ ഖബറിൽ ഞങ്ങൾ കിടക്കേണ്ടി വരുമ്പോൾ ഇതുപോലെ ഞങ്ങളെയൊക്കെ ഓർത്ത് ഓർത്ത് ദുആ ചെയ്യുന്ന മക്കളെ നിലനിർത്തണേ അല്ലാ, കുടുംബങ്ങളെ നിലനിർത്തണേ അല്ലാ. ആരുടെ സലാമും കിട്ടാത്ത പാപികളെ ഖബറിലാക്കരുതേ അല്ലാ. ആരുടെ യാസീനും ആരുടെ ഫാത്തിഹയും കേൾക്കാത്ത വഹാബി മുജാഹിദ് തബ്ലീഗ് ഹതഭാഗ്യരുടെ ഖബറിലാക്കരുതേ അല്ലാ. തമ്മാടികളെ ഖബറിലാക്കരുതേ അല്ലാ. പടച്ചവനെ, ഇവിടെ പലവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. മുറാദുകൾ ഹാസുലാക്കണേ അല്ലാ, മുറാദുകൾ ഹാസുലാക്കണേ അല്ലാ. ഏതുവിധ രോഗമുണ്ടെങ്കിലും ശിഫ നൽകണേ അല്ലാ. കിഡ്നി രോഗം കാക്കണേ അല്ലാ, ഹാർട്ട് രോഗം നൽകരുതേ അല്ലാ. കിഡ്നി രോഗം നീ ശിഫയാക്കണേ അല്ലാ, ക്യാൻസർ ശിഫയാക്കണേ അല്ലാ. അർഹമുർറാഹിമീനായ റബ്ബേ, ഖൈറായ മക്കളെ നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. പടച്ചവനെ, ഈ പ്രോഗ്രാമിന് വേണ്ടി എല്ലാവിധ ഉത്സാഹവും നടത്തിയ എത്ര ചെറുപ്പക്കാരാണ് ഈ സഭയിൽ കൂടിയത്. ഈ യുവാക്കൾക്കൊക്കെ നീ ആഫിയത്ത് നൽകണേ അല്ലാ. പഠിക്കുന്നവർക്ക് ഉന്നത വിജയം നൽകണേ അല്ലാ. പഠനം പൂർത്തിയായും മറ്റും ജോലിയിലുള്ളവർക്ക് ബർക്കത്തുള്ള വരുമാനം നൽകണേ അല്ലാ. കടബാധ്യതയിൽ കുടുങ്ങി കണ്ണീരിലാക്കല്ലേ അല്ലാ. അവിടെയും പൈസ കൊടുക്കാൻ, ഇവിടെയും പൈസ കൊടുക്കാൻ, മറ്റേയാൾക്കും പൈസ കൊടുക്കാൻ, ഇന്നലെ അവധിയെത്തിയത്, നാളെ അവധിയെത്തിയത്, ഇന്ന് അവധിയെത്തിയത്, പുറത്തിറങ്ങാൻ വയ്യ. അങ്ങനെ അയ്ബത്തരത്തിൽ കുടുക്കി വാക്ക് പാലിക്കാത്തവരാക്കി ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഗൾഫിലുള്ള സുഹൃത്തുക്കൾക്ക് അവിടെ 100 കടം വന്നാൽ ഇവിടെ വന്ന് 1000-ലധികം കടം വീട്ടാൻ കഴിയില്ല. അവിടെ 1000 കടം വന്നാൽ ഇവിടെ 25,000 കടം വീട്ടാൻ കഴിയൂല. ഞങ്ങളെ മക്കള്, കുടുംബങ്ങള്, പ്രവാസികളെ കടത്തിൽ കുടുക്കി പരീക്ഷിക്കല്ലേ അല്ലാ. അർഹമുർറാഹിമീനായ റബ്ബേ, ഈ നാട്ടിലുള്ള മദ്രസ, പള്ളി, 25 വർഷം മദ്രസയും 10 വർഷം പള്ളിയും നല്ല ഭംഗിയോടെ നല്ല ഇസ്സത്തോടെ നടത്തിപ്പോന്ന ഈ ഓരോ കുടുംബത്തിനും നീ ഖൈർ നൽകണേ അല്ലാ. നീ ബറക്കത്ത് നൽകണേ അല്ലാ. നീ റാഹത്ത് നൽകണേ അല്ലാ. അടുത്ത വർഷങ്ങളിലെല്ലാം കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുതൽ റാഹത്താക്കി നടത്താൻ നീ വിധി കൂട്ടണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങളെ മക്കൾ, പഠിക്കുന്ന മക്കളുണ്ട്, ഖൈറായ വിജയം മക്കൾക്ക് നൽകണേ അല്ലാ. ആൺമക്കളും പെൺമക്കളും ഒക്കെ നല്ല പോലെ പഠിച്ചു വളർന്ന് മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാ. അർഹമുർറാഹിമേ, വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിൻ്റെ വഴികൾ എളുപ്പമാക്കണേ അല്ല. വീടില്ലാത്തവർക്ക് വീടിൻ്റെ കാര്യം നീ എളുപ്പമാക്കണേ അല്ല. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലിയിൽ എത്തിക്കണേ അല്ല. അർഹമുർറാഹിമീനായ റബ്ബേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകി ആഫിയത്തോടെ റമളാനിൽ എത്തിക്കണേ അല്ലാ. അർഹമുർറാഹിമീനായ റബ്ബേ, എന്തെല്ലാം വിഷയങ്ങളും മുറാദുകളും മനസ്സിൽ കരുതി ഈ സഭയിലേക്ക് എത്തിച്ചേർന്നവരും പ്രവാസ ലോകത്ത് നിന്ന് ഇവിടെ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുമുണ്ടോ, അവരുടെയും ഞങ്ങളുടെയും മനസ്സ് കാണുന്ന, മനസ്സ് അറിയുന്ന റബ്ബേ, ഞങ്ങളെ എല്ലാ കഷ്ടപ്പാടിനും സലാമത്ത് നൽകണേ അല്ലാ. എല്ലാ കണിവലകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റിത്തരണേ അല്ലാ. എല്ലാ ഖൈറും നീ ഹാസുലാക്കണേ അല്ലാ. പടച്ചവനെ, ഒട്ടേറെ ഉമ്മമാരിയ്ക്കുന്നുണ്ട്, ഞങ്ങളെ ദീനിനെ മഹബത്ത് വെക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, നീ ഖൈർ നൽകണേ അല്ലാ. നീ ബറക്കത്ത് നൽകണേ അല്ലാ. വിവാഹ പ്രായമെത്തിയ ആൺമക്കൾ, പെൺമക്കൾക്ക് യോജിച്ച ഇണകൾ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. അല്ലാ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. അർഹമുർറാഹിമീനായ റബ്ബേ, 2 ദിവസമായി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഇൽമിന്റെ മജ്ലിസ്, ഈ മദ്ഹിന്റെ മജ്ലിസ് നീ കബൂലിയത്തുള്ളതാക്കണേ അല്ലാ.